അബീസാണ് മകളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാനുള്ള 4 ടിപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ഈ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാനുള്ള ആ ടിപ്പുകൾ? ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന് ഐഡിയ ഉണ്ടോ? ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈറ്റ് മ്യൂസിക് വെക്കുക. ഓക്കെ, അപ്പൊ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഗുണം? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മക്കളെ? ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ സെൽസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവും. നമുക്കറിയാം, നമുക്കൊരു പാട്ട് കേട്ട് കഴിയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ ജസ്റ്റ് ഒന്ന് എണീച്ച് നോക്കി ഏതാണ് ആ പാട്ട് നമ്മൾ തന്നെ പാടാൻ നോക്കും അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ബ്രെയിൻ സെൽസ് ആക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ്. സോ നമ്മുടെ പ്രശ്നം എന്താണ്? പാട്ട് കേൾക്കണം, മിസ് ആ പാട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ പോയിട്ടൊരു ഡപ്പാൻ കൂത്തിട്ടിട്ട് പഠിക്കണം എന്നല്ല മിസ് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വരികളുള്ള പാട്ടാവരുത്, മാത്രമല്ല നമുക്ക് അർത്ഥം മനസ്സിലാവുന്ന ഭാഷയിലുള്ള പാട്ടാവരുത്. അപ്പോൾ വേർഡ്സ് ഉണ്ടാവാൻ പാടില്ല. ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കണം പ്ലേ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് അല്ലെ ലിറിക്സ് ഇല്ലാത്ത ഈ ഒരു മ്യൂസിക്, ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് യൂട്യൂബ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ എന്താ പറയാ, ലിറിക്സ് ഇല്ലാത്ത പഠിക്കാനായിട്ട് സ്റ്റഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന മ്യൂസിക് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ബ്രെയിൻ സെൽസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലിറിക്സ് ഉള്ളതായിരിക്കരുത്. മാത്രമല്ല, എനി മ്യൂസിക് ദാറ്റ് ഹാസ് ലിറിക്സ് ഇൻ എ ലാംഗ്വേജ് യു അണ്ടർസ്റ്റാൻഡ് വിൽ പ്രോബബ്ലി പ്രൂവ് മോർ ഡിസ്ട്രാക്ടിങ് ദാൻ ഹെൽപ്ഫുൾ. നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഭാഷ മനസ്സിലാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിലാവുന്ന ലിറിക്സ് ഉള്ള പാട്ടാണ് പ്ലേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ചു പോകും. അതുകൊണ്ട് നമുക്കത് കൂടുതൽ ഡിസ്ട്രാക്ഷൻ ആണ് ഉണ്ടാവുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. സോ ലിറിക്സ് ഉണ്ടാവരുത്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷകളിലായിരിക്കരുത്. മാത്രമല്ല, സ്ലോ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പൊ ഇത്തരത്തില് മ്യൂസിക് തെറാപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്രത്തോളം ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഫസ്റ്റ് ടെക്നിക്ക് നമ്മൾ പഠിച്ചു. സെക്കൻഡ് ടെക്നിക്കിനെയാണ് നമ്മൾ സ്പേസിംഗ് എഫക്ട് എന്ന് പറയുന്നത്. എന്താണ് സ്പേസിംഗ് എഫക്ട്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു ചാക്കിലുള്ള അരി ഒന്നിച്ചെടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ. പകരം നമുക്ക് ഒരു ചാക്ക് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവെക്കാം. ഓക്കെ, ഒരു ചാക്ക് നമ്മൾ മറ്റൊരു സ്ഥലത്ത് വെച്ചു. എന്നിട്ട് നമ്മള് ചെറുതായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന വെയിറ്റ്, നമുക്ക് പൊക്കാൻ പറ്റുന്ന വെയിറ്റിൽ കുറച്ചായിട്ട് നമ്മൾ എടുത്തെടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. അങ്ങനെ പലതവണ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ചാക്കിലുള്ള സാധനം മൊത്തം നമുക്ക് മറ്റൊരു ചാക്കിലേക്ക് മാറ്റാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യം, സ്പേസിംഗ് എഫക്ട്. നമ്മൾ ഒന്നിച്ചെല്ലാം കൂടെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ മനസ്സിലാവുകയില്ല, അതിനുള്ള സ്പേസും ഇല്ല. പകരം പോർഷൻസും ചാപ്റ്റേഴ്സും ഒക്കെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഇന്റർവെല്ലും ഗ്യാപ്പുകളും എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. കുറേശ്ശെയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നമ്മുടെ തലയിൽ കയറും. ഒന്നിച്ച് പഠിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെല്ലാം, പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ സ്പേസിംഗ് എഫക്ട് എന്ന് പറയുന്നത്. സോ ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. സോ സ്പേസിംഗ് എഫക്റ്റിലൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെല്ലുകൾ എടുത്ത് പഠിക്കുക. സെക്കൻഡ് തിങ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ഓഫ് കോഴ്സ് റിവിഷൻ ആണ്. പഠിച്ച കാര്യങ്ങൾ മനുഷ്യനാണ് മറന്നു പോകും അല്ലെ. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? റിവൈസ് ചെയ്യുക. ഓരോ ആഴ്ചയുടെ എൻഡ്സിലും വീക്കെൻഡ്സിലും നമ്മൾ ആ ആഴ്ചയിൽ കവർ ചെയ്ത ടൈം ടേബിൾ വെച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഓരോ സബ്ജക്റ്റിന്റെയും കൃത്യമായിട്ടുള്ള സമയം അലോട്ട് ചെയ്ത് ടൈം ടേബിൾ വെച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ആ പഠിച്ച കാര്യങ്ങൾ എല്ലാ ശനിയും ഞായറും നമ്മൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നാലാമത് പറയുന്നത് ഷോർട്ട് നോട്ടുകളാണ്. ഓക്കെ, ചെറിയ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് നാലാമത്തെ നിങ്ങളുടെ ടിപ്പ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്താൽ അത് നമ്മളെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? റിവിഷൻ സമയത്ത് നമ്മൾ എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ പോയിന്റ്സും അത് കളർഫുൾ ആയിട്ടുള്ള പെൻസിൽസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ടേബിളും ബോക്സും ഒക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ആ ഷോർട്ട് നോട്ട് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ റിവൈസ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു 4 മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ പഠനം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആക്കാൻ, എളുപ്പമാക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ടെക്നിക്സ് ആണ്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.